ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ കല്ലും മണ്ണും കിണർ പരിസരത്ത് നിന്ന് നീക്കം ചെയ്യാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിസമ്മതിച്ചതോടെ കുടിവെള്ളമില്ലാതെ വലയുകയാണ് വയോധികയും ക്യാൻസർ രോഗിയായ മകളും. കവളങ്ങാട് നീണ്ടപാറ ഭാഗത്തുള്ള ഇറമ്പിൽ സാറാമയാണ് ദുരിതത്തിലായിട്ടുള്ളത്. കിണറിനു ചുറ്റും അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് മാറ്റിക്കൊടുക്കാമെന്നാണ് അധികൃതർ ഉറപ്പ് നൽകിയത്. എന്നാൽ ഉരുളുപൊട്ടി ഒഴുകിയെത്തിയ കല്ലും മണ്ണും തൊഴിലുറപ്പ് തൊഴിലാളികൾ നീക്കം ചെയ്തെങ്കിലും കിണറിന്റെ ആൾമറ മൂടിക്കിടക്കുന്ന ചെളി നീക്കം ചെയ്യാൻ അവർ തയ്യാറായില്ല. ഇത് കവളങ്ങാട് പഞ്ചായത്തിലെ 10-ാം വാർഡ് നീണ്ടപാറ ബോധിനിപ്പടി ഭാഗത്ത് 83 വയസ്സുള്ള സാറാമ്മയുടെ പുരയിടമാണ്. ഓഗസ്റ്റ് 2-ന് കുന്നിൻ മുകളിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ബാക്കി പത്രമാണ് ഇവിടെ കാണുന്നത്. ഉരുൾപൊട്ടി ഒഴുകിയെത്തിയ കല്ലും മണ്ണുമെല്ലാം സാറാമ്മയുടെ കിണറിനു ചുറ്റും അടിഞ്ഞുകൂടി. വലിയ തോതിൽ കല്ലും മണ്ണും കിണറിലും വീണു. മോട്ടോർ ചെളിയിൽ പുതഞ്ഞുപോയി. തഹസീൽദാർ മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും MLA മുതൽ പഞ്ചായത്ത് അംഗം വരെയുള്ള ജനപ്രതിനിധികളും സംഭവസ്ഥലം സന്ദർശിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് കിണറിന്റെ 2 അടി ഉയരമുള്ള ആൾമറ മൂടിക്കിടക്കുന്ന ചെളി നീക്കം ചെയ്യിക്കാമെന്ന് എല്ലാവരും ഉറപ്പു നൽകി. 20-ലേറെ തൊഴിലാളികൾ ഉരുൾപൊട്ടിയ മാലിന്യങ്ങൾ നിറഞ്ഞ തോട് വൃത്തിയാക്കാൻ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ തൊട്ടുചേർന്ന കിണറിന് ചുറ്റുമുള്ള ചെളി നീക്കാൻ അവർ തയ്യാറായില്ല. ഇത് സംബന്ധിച്ച് സാറാമ്മ പറയുന്നത് ഇങ്ങനെയാണ്. 2 ദിവസം മുമ്പ് വന്ന ഉരുളിനും മഴയ്ക്കും എൻ്റെ കുടിവെള്ള കിണർ മൂടിപ്പോയി കഴിഞ്ഞ് പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും സാർമാരെല്ലാവരും വന്ന് കണ്ടപ്പോൾ എന്നോട് പഞ്ചായത്ത് മെമ്പർ സഹിതം പറഞ്ഞു, ഇത് തൊഴിലുറപ്പുകാരെ കൊണ്ട് ഇത് ശരിയാക്കിച്ച് തരാമെന്ന് പറഞ്ഞു. അവർ വന്ന് ഈ തോടിൻ്റെ കല്ലെല്ലാം പിറക്കി വെച്ച് വീണ്ടും കിണറിനൊന്നും ചെയ്തിട്ടില്ല. ഇനിയും വെള്ളം വന്നാൽ എൻ്റെ കിണർ വീണ്ടും മൂടിപ്പോകാൻ പാകത്തിന് ഇരിക്കുകയാണ്. ഈ 84 വയസ്സുള്ള ഒരു വയസ്സിൽ എന്ന തള്ളയും ഞാനും എൻ്റെ ഒരു ക്യാൻസർ രോഗി മോളുമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുടിവെള്ളത്തിനുള്ളത് വേറെ എങ്ങുമ്പോൾ നിർവാഹമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ എന്താണെന്നാ ഇതിൻ്റെ പരിഹാരം, ഈ മണ്ണ് മാറ്റി ഇത് ഞങ്ങൾക്ക് ശരിയാക്കി തരണം. അല്ലെ ഇനിയും മഴയും വെള്ളവും വന്നാൽ വീണ്ടും ഇത് മൂടിപ്പോകും. അതാണ് അവസ്ഥ. 83-കാരിയായ സാറാമ്മയും ക്യാൻസർ ബാധിച്ച് പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത മകളുമാണ് കുന്നിനു മുകളിലെ വീട്ടിലിപ്പോൾ താമസിക്കുന്നത്. തൊഴിലുറപ്പുമേറ്റ് സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് മണ്ണ് നീക്കുന്നതിൽ നിന്ന് തൊഴിലാളികളെ തടഞ്ഞു എന്നാണ് പ്രധാന ആരോപണം. ഇതൊരു ചെറിയ തോടായിരുന്നു. ആ തോട് കവിഞ്ഞ് കല്ലും മണ്ണും കയറി കിണർ നികന്നുപോയി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റ് വില്ലേജിൽ നിന്നുള്ള ആൾക്കാർ MLA സഹിതം വന്നിട്ട് പറഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെടുത്തി നിങ്ങൾക്ക് തോട് തെളിച്ച് കിണറിൻ്റെ ഇത് തെളിച്ച് തരാമെന്ന് പറഞ്ഞു. അവരിന്ന് 3 ദിവസമായിട്ട് 10-75 തൊഴിലാളികളോട് വന്ന് പണിത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇത് മണ്ണ് കോരി മാറ്റി തെളിക്കാൻ അവർക്ക് പറ്റത്തില്ല, അത് പറമ്പിപ്പണി ചെയ്യില്ല, അവർ തോട്ടിലെ പണി മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഈ കല്ലും പറക്കി വെച്ചിട്ട് പോയി. ഇതെങ്ങനെ പറമ്പിപ്പണി ആകുമെന്നുള്ളതിനെക്കുറിച്ച് അധികാരികളായാലും ആരായാലും നമുക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. നമുക്ക് വേറെ പരാതിയോ ഇതിൻ്റെ അകത്ത് വേറെ അവർ ചെയ്തതിൻ്റെ കുഴപ്പമൊന്നുമില്ല. ഇത്രയും നമ്മൾ പറഞ്ഞു നിങ്ങളിതൊന്ന് തെളിച്ച് തന്നാൽ മതി. 2 അടിക്ക് റൗണ്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ ഈ കിണറിന് കെട്ടിന് 2 അടി പൊക്കമുണ്ട്. ആ 2 അടി പൊക്കത്തിൽ ചുറ്റുമുള്ള മണ്ണൊന്നും മാറ്റി തരാൻ പാടില്ല. ഇപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ഇതിൻ്റെ അകത്തേക്കാണ് ചാടുന്നത്. 83 വയസ്സുള്ള ഒരു വയോധികയുടെയും അവരുടെ നിത്യരോഗിയായ ഏക മകളുടെയും കുടിവെള്ള സ്രോതസ്സാണ് മണ്ണ് വീണിങ്ങനെ മലിനമായി കിടക്കുന്നത്. ഈ കിണർ നവീകരിക്കുമെന്ന് MLA മുതൽ പഞ്ചായത്ത് മെമ്പർ വരെ നൽകിയിട്ടുള്ള ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇനിയെങ്കിലും അധികൃതർ ഇക്കാര്യത്തിൽ കണ്ണു തുറക്കേണ്ടതാണ്. ക്യാമറമാൻ ബേസിലിനൊപ്പം KCV ന്യൂസിനു വേണ്ടി ജോൺസൺ തോമസ്.